ഇന്നിപ്പോൾ എന്ത് റെസിപ്പി ആയിട്ടാണ് വന്നേക്കണമെന്നറിയോ? നമുക്ക് ചില ദിവസങ്ങളിൽ നല്ല മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളാവുമല്ലോ. കറി വെക്കാൻ മടിയാവും, ഉപ്പേരി വെക്കാൻ മടിയാവും. അങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളിൽ എളുപ്പത്തിൽ വെക്കാൻ പറ്റണ ഒരു ഉപ്പേരി ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നേക്കണത്. അപ്പോൾ 5 മിനിറ്റ് കൊണ്ട് റെഡിയാക്കാൻ പറ്റണ ഈ ഉപ്പേരി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ എടുത്തേക്കണത് നമ്മുടെ മത്തങ്ങയാണ് കേട്ടോ. ഈ വലിയ മത്തങ്ങ കണ്ടിട്ട് ഇത് മുഴുവൻ വേണമെന്നില്ല, ചെറിയൊരു പീസ് മതി കേട്ടോ. ഞാൻ ചെറിയൊരു പീസ് എടുത്തിട്ട് അതിങ്ങനെ വൃത്തിയായി ചെത്തി തൊലിയൊക്കെ ചെത്തി അതിൻ്റെ അരിയൊക്കെ കളഞ്ഞ് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അയ്യേ, ഒരു കുഞ്ഞു കഷ്ണം മത്തങ്ങ വെച്ചിട്ടാണോ ഇത്രയും വലിയ ബിൽഡപ്പ് വിചാരിക്കേണ്ട. ഇത് റെഡിയാക്കി വരുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത് മാത്രം മതി ചോറിനാനായിട്ട്. അപ്പം നമുക്ക് ഉണ്ടാക്കണ പരിപാടിയിലേക്ക് കിടക്കാം കേട്ടോ. പിന്നെ ഒരു കാര്യമുണ്ട്, മത്തങ്ങ എടുക്കുമ്പോൾ നല്ല പഴുത്ത നല്ല വെന്തുടയണ മത്തങ്ങയാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. എൻ്റെ കയ്യിലുള്ളത് അത്ര അങ്ങോട്ട് പഴുത്ത നല്ല വെന്തുടയണ മത്തങ്ങയല്ല, എന്നാലും കുഴപ്പമില്ല. ഇതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. പിന്നെ മൂക്കാത്ത മത്തങ്ങയാണെങ്കിൽ തൊലി കളയേണ്ട ആവശ്യമില്ല കേട്ടോ. എന്നാലും ഞാനിത് തൊലി കളഞ്ഞിട്ടുണ്ട്, അരിയും കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നടുക്കെ കീറിയിട്ട് ചെറിയ പീസുകളായിട്ട് നുറുക്കിയെടുത്തു കേട്ടോ. നമ്മൾ സാമ്പാറിലിടുന്ന പോലെ വലിയ കഷ്ണങ്ങളല്ല, അതിനേക്കാൾ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് നുറുക്കിയെടുത്തത്. എന്നിട്ടൊരു പാത്രത്തേക്ക് ഇട്ടിട്ട് അതിൽ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും മത്തങ്ങ വേവാനായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ. എന്നിട്ട് വേവിക്കാനായിട്ട് വെച്ചു. മത്തങ്ങ പിന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളിയും കുറച്ചധികം ചുവന്നുള്ളിയും കൂടിയിട്ട് തൊലി കളഞ്ഞെടുത്തിട്ട് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഉള്ളി നിങ്ങൾക്ക് മിക്സിയിൽ ചതച്ചെടുക്കുക അല്ലെങ്കിൽ കുഞ്ഞിതാക്കി അരിഞ്ഞെടുക്കുക വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. പക്ഷേ ഇങ്ങനെ ചതച്ചെടുക്കുന്നതാണ് കുത്തിക്കച്ചുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടി വെക്കുന്ന കറികളേക്കാൾ എപ്പോഴും ചില കറികളൊക്കെ ടേസ്റ്റ് കൂടുതലുണ്ടാവുക നമ്മളിങ്ങനെ ഈസി ആയിട്ട് വെക്കുന്ന കറികളൊക്കെ ആയിരിക്കും കേട്ടോ. അത് തോന്നിയിട്ടില്ലേ എല്ലാവർക്കും? അപ്പോൾ ഈ സമയം കൊണ്ട് മത്തങ്ങ നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ തീ ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു ചീഞ്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നാടൻ കറികളാകുമ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെതായ മണവും രുചി ഉണ്ടാവുക. അപ്പോൾ ഈ കറി ഉണ്ടാക്കാനായിട്ട് 5 മിനിറ്റ് ആവശ്യമുള്ളൂ കേട്ടോ. അത്ര ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പം നമ്മൾ ഈ ഉള്ളിയുടെ മൂപ്പ് പാകത്തിന് മൂപ്പിച്ചെടുക്കുക. നല്ല ചൊക്കെ മൂത്ത് വരില്ലേ, അതാണ് അതിൻ്റെ ഒരു മൂപ്പ് കേട്ടോ. പിന്നെ ഈ കുത്തിക്കാച്ചിൽ രീതിയിൽ വെച്ചിട്ട് നമുക്ക് ഏത് പച്ചക്കറി ഇങ്ങനെ ഉപ്പേരി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. എന്ത് കഷ്ണം ഇട്ടിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. പിന്നെ ഇത് നന്നായി മൂത്ത് വരുമ്പോൾ ഞാനിതിലേക്ക് ഒരു 2 മുഴുവൻ മുളക് വെട്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കരിയാതെ നോക്കണം. അപ്പോൾ ഇത് നല്ല ഒരു പാകത്തിന് മൂപ്പാകുമ്പോൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ആദ്യം തന്നെ ഇടണ്ട കേട്ടോ, ഉള്ളിയുടെ ഒപ്പം തന്നെ. ഇത് മൂത്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഉള്ളിയുടെ ഒപ്പം തന്നെ കറിവേപ്പില ഇട്ടാൽ കരിഞ്ഞു പോവും. അപ്പോൾ കറിവേപ്പിലയും ഒരുവിധം മൂപ്പായപ്പോൾ ഞാനതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ മുഴുവൻ മുളകിൽ എരിവുണ്ടാവും, എന്നാലും ഞാൻ കുറച്ച് മുളക് പൊടി കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മൂപ്പ് ഇപ്പോൾ ദാ കളർ മാറിയിട്ടുണ്ട് മുളക് പൊടി. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഈ വേവിച്ച് വെച്ച മത്തങ്ങ അതിലേക്ക് ഒഴിച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ കൈപ്പൊള്ളാതെ നോക്കണം. ചീഞ്ചട്ടി നല്ല ചൂടുണ്ടായിരുന്നു, നല്ല പുകഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് എന്നിട്ട് ഇത് ഇളക്കി കൊടുത്തിട്ട് മത്തങ്ങ കഷ്ണം കുറേശ്ശെ നമുക്കൊന്ന് കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഉടച്ച് കൊടുക്കാം കേട്ടോ. ചെറുതായിട്ട് കുറച്ചൊന്ന് ഉടച്ച് കൊടുക്കാം, അല്ലെങ്കിൽ പിന്നെ ചാറിന് കട്ടി ഉണ്ടാവില്ല. പിന്നെ ചെറുതായി ഒരു ഗ്രേവി പോലെയാണ് ഇതിൻ്റെ ഒരു പരുവം. നല്ലപോലെ ഡ്രൈ ആക്കി ഉപ്പേരിയാക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സമയത്ത് ഇതൊന്ന് ജസ്റ്റ് ഉടച്ച് കൊടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ചീഞ്ചട്ടിയുടെ ചൂടിൽ തന്നെ ഇരുന്നിട്ട് ഒന്നുകൂടി ഒന്ന് വലിഞ്ഞ് കിട്ടും കേട്ടോ. ഇത് നല്ല ചൂട് കഞ്ഞിയുടെ കൂടെയും അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ഒരു കോമ്പിനേഷനാണ് കേട്ടോ. നമുക്ക് ഇതുണ്ടാക്കാനായിട്ട് അധികം സമയവും വേണ്ട. അപ്പോൾ എല്ലാവരും മത്തങ്ങ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മത്തങ്ങ ഇഷ്ടമില്ലാത്തവർക്കും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാൽ ഇഷ്ടമാവും കേട്ടോ.